ഈശോയെ യേശുനാഥ എൻ്റെ ഹൃദയത്തിലേക്ക് സ്നേഹനാഥ ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുനാഥ സ്നേഹനാഥ. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലം മുഴുവനും നമ്മൾ കാത്തിരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാനാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് പുൽക്കൂട്ടിൽ പിറന്ന ആ പൊന്നുണ്ണി എൻ്റെ കർത്താവ് ഇന്ന് ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ വർഷം എൻ്റെ ഹൃദയത്തിൽ എന്നോട് കൂടിയിരിക്കുന്ന, എൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി, എൻ്റെ കൂട്ടുകാരനായി, എൻ്റെ സ്നേഹിതനായി എന്നോട് കൂടെ നടക്കുന്ന ഒരനുഭവത്തിലേക്ക് ഞാൻ വരാനാണ്. ഓരോ ക്രിസ്മസ് കാലവും പ്രിയമുള്ളവരെ നമ്മളെ വീണ്ടും വീണ്ടും ഒരുക്കുന്നത് ഈശോയോട് കൂടിയുള്ള ആ ഒരു വാസത്തിന് വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ആഗമന കാലത്ത് എടുക്കുന്ന എല്ലാ ഒരുക്കങ്ങളും, എല്ലാ ത്യാഗങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതിനെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാൻ, കർത്താവിന് കയറി വരാൻ തടസ്സമായിട്ട് നൽകുന്നതിനെല്ലാം ഉപേക്ഷിക്കുവാനായിട്ടുള്ള ഒരുക്കവും വിളിയുമായി ആഗമനകാലം. ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുക. ഒത്തിരിയേറെ വേദനകളോടെ, സങ്കടങ്ങളോടെ ആയിരിക്കാം ഈശോയുടെ കൂടെ നിങ്ങൾ എപ്പോഴായിരിക്കുന്നത്. കടന്നുപോകുന്ന ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ടാവാം, അനുഭവിക്കുന്ന ഒത്തിരിയേറെ മുറിപ്പാടുകളുണ്ടാവാം. ഈ മേഖലകളിലൊക്കെയും പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയിൽ ആഴപ്പെടുവാൻ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു സമയമായി, അർഹിക്കുന്നതിലും അധികം സ്നേഹം എൻ്റെ കർത്താവ് എന്നോട് കാണിച്ച ഏറ്റവും വലിയ ഒരിടമാണ് കൽവരി. എൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അവൻ വേദനയോടെ കുരിശിൽ പിടയുന്ന സമയം, കർത്താവ് എൻ്റെ ശിക്ഷാവിധി നീട്ടിത്തന്ന സമയമായത്. എത്രയും പെട്ടെന്ന് എന്നെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, അനുദപിക്കാനുള്ള എൻ്റെ സമയം കർത്താവ് അത്രയധികമായിട്ട് നീട്ടിത്തന്നിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് എന്നോട് പറയുന്നുണ്ട്, എൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നീ നിൻ്റെ ജീവിതത്തെ നാശത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ, കരുണയുടെ ആഴക്കടലിലേക്ക് നിന്നെ ഞാൻ മുക്കിയെടുക്കുമെന്ന് കർത്താവ് പറയുന്നു. പ്രിയമുള്ളവരെ, എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന, എന്നോട് ഇത്രയേറെ കരുതലുള്ള ആ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നേരം, പ്രിയമുള്ളവരെ, നമ്മോടുള്ള കൂട്ടിന്, നമ്മോടുള്ള സ്നേഹബന്ധത്തിലായിരിക്കുവാൻ ഈശോ ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യരായ നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്നാണ്. ദൈവത്തിന് എന്നെക്കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയതിൻ്റെ ഫലമാണ് ഞാനും നിങ്ങളുമൊക്കെ. ആ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മളായിരിക്കുമ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യവും സ്നേഹം തന്നെയാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമൊക്കെ നമ്മൾ ഓരോ നിമിഷവും ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ആ മുറിവുകളും വേദനകളും ഒക്കെ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട്. ജീവിതത്തിൻ്റെ പല ഇടങ്ങളിലും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിൽ നമ്മൾ വേദനിക്കുന്നുണ്ട്. സ്വന്തക്കാരിൽ നിന്ന്, വീട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് പറയുന്നവരിൽ നിന്ന് പോലും, നമ്മൾ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരിൽ നിന്ന് പോലും നമ്മൾ കഠിനമായ മുറിവുകൾ ഏറ്റെടുക്കുന്നു. എന്ത് സംഭവിക്കുന്നു? ജീവിതത്തിൻ്റെ മുറിവുകളിലേക്കും, ജീവിതത്തിലെ പരാജയങ്ങളിലേക്കും, ജീവിതത്തിലെ നഷ്ടങ്ങളിലേക്കും, സങ്കടങ്ങളിലേക്കുമൊക്കെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒതുക്കിക്കളയുക. ഇതാണ് ഞാൻ, ഇത്രയേ ഉള്ളൂ ഞാൻ, ഇതിനപ്പുറത്തേക്കൊരു നല്ല വശം എനിക്കില്ല, ഇതിനപ്പുറത്തേക്ക് ആർക്കും എന്നെ വേണ്ട എന്നൊരു തോന്നലാണ്. ഒരുപക്ഷെ വീട്ടിൽ ഞാൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ ഞാൻ വളർന്നു വരുന്നത് ആ ഒരു ചിന്തയിലായിരിക്കാം.
ഞാൻ എപ്പോഴും വികൃതിയായ, എല്ലാവർക്കും ശല്യമായ, ഭാരമായൊരു കുട്ടിയാണെന്നൊരു ബോധ്യത്തിലായിരിക്കാം. പ്രിയമുള്ളവരെ, പലപ്പോഴും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സ്നേഹവും എല്ലാം ഈ ദിവ്യകാരുണ്യത്തിലും കൂദാശകളിലും എല്ലാം നമുക്കുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങി പോവുകയാണ്. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ ഭയങ്കരമാണെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായതയിൽ നമ്മളിരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ചിന്ത മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതും, ഞാൻ പള്ളിയിൽ പോയാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ, ഞാൻ എങ്ങനെയൊരു തീരുമാനമെടുത്താൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് ചിന്തിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒരു മൂടുപടം അണിയും. മറ്റുള്ളവർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവരുടെ മുൻപിൽ കർത്താവിനേക്കാൾ ഉപരി ഞാൻ അഭിനയിക്കാൻ തുടങ്ങും. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളം ഇരുന്ന് വേദനിക്കുകയാണ്. കാരണം നമ്മുടെ ഉള്ളം പറയുന്നുണ്ട്, ചിരിക്കുന്നതൊക്കെ വെറുതെയാണ്, തുള്ളിച്ചാടി നടക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ തേങ്ങുകയാണ്, സങ്കടപ്പെടുകയാണ്. വീണ്ടും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തു കൂട്ടും. എന്തായിത്തീരുന്നു? എൻ്റെ ചെയ്തികളും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും തമ്മിൽ പൊരുത്തമില്ലാത്തത് കൊണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പൊട്ടിപ്പോകും. പ്രിയമുള്ളവരെ, കർത്താവ് നോക്കുന്നത് നമ്മുടെ ബാഹ്യതയിലേക്കല്ല, നമ്മുടെ ശരീരത്തിലേക്കല്ല, ബാഹ്യരൂപത്തിലേക്കല്ല. നമ്മളെപ്പോഴും നമ്മുടെ ബാഹ്യരൂപം, ശരീരം മാത്രമല്ല, സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ കൂട്ടുകെട്ടുകൾ, നമ്മൾ സംസാരിക്കുന്ന രീതികൾ, ജീവിക്കുന്ന പെരുമാറുന്ന ശൈലികളൊക്കെ നമ്മൾ ഏറ്റവും മിനുക്കമുള്ളതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്? മറ്റുള്ളവരുടെ മുൻപിൽ എനിക്കൊരു വിലയുണ്ടാവണം, മറ്റുള്ളവർ എന്നെ കണ്ട് ഇംപ്രസ്ഡ് ആകണം, അവരുടെ മുൻപിൽ എനിക്ക് നല്ല ഒരു ഇമേജ് കിട്ടണമെന്നൊരു ചിന്തയിൽ. പക്ഷെ എൻ്റെ കർത്താവ് നേരെ നോക്കുന്നത് എൻ്റെ ഹൃദയത്തിലോട്ടാണ്. ഈശോ ആഗ്രഹിക്കുന്നത് നീ ഉണ്ടാക്കിയെടുത്ത നിൻ്റെ ആ ഒരു പൊയ്മുഖത്തിനോട് കൂടിയിരിക്കുവാനല്ല, യഥാർത്ഥമായ നിന്നോട് കൂടിയിരിക്കുവാൻ. നമ്മൾ എപ്പോഴും സ്നേഹവും അടുപ്പവും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്? നമുക്ക് നമ്മളായിരിക്കാൻ പറ്റുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ മുറിവുകളോടുകൂടി, നമ്മുടെ പരാജയങ്ങളോടുകൂടി, നമ്മുടെ സങ്കടങ്ങളോടുകൂടി, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തിൻ്റെ ചെറുതും വലുതും ഉയർന്നതും താഴ്ന്നതും നല്ലതും മോശവുമായ എല്ലാ വശങ്ങളോടും കൂടി യാതൊരു മാസ്കുമില്ലാതെ പൊയ്മുഖവുമില്ലാതെ നമുക്ക് തുറവയോടെ ആയിരിക്കാൻ പറ്റുന്ന ഒരിടമാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ആരെയും ബോധിപ്പിക്കാതെ, ആരോടും കണക്ക് പറയാതെ, ആരുടെയും മുൻപിൽ തലകുനിക്കാതെ എപ്പോഴും ഞാനായിട്ട് ആയിരിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഉത്തമഗീതത്തിൽ 2-ാം അധ്യായത്തിൽ 8 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കറിയാം, ഉത്തമഗീതം എൻ്റെ ആത്മാവിന് കർത്താവ് എഴുതിയ ഒരു പ്രേമലേഖനമാണ്. നമ്മളത് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും എൻ്റെ ആത്മാവും എൻ്റെ ഈശോയും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കഥയാണ് ഉത്തമഗീതം. അതിൻ്റെ അകത്ത് മണവാട്ടിയെ വിളിക്കുന്ന, മണവാളനായിട്ട് കാത്തിരിക്കുന്ന മണവാട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായം 8-ാം തിരുവചനം, അതാ എൻ്റെ പ്രിയൻ്റെ സ്വരം, അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എൻ്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻ കുട്ടിയെപ്പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട്, അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. ഒരു പക്ഷേ ആദ്യ വായനയിൽ ഈ ഒരു വചനം ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ടൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അതിനുപരി പ്രിയമുള്ളവരെ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം കർത്താവ് നമ്മുടെ വാതിലിൻ്റെ പുറത്തു നിന്ന്, ഹൃദയത്തിൻ്റെ വാതിലിൻ്റെ, ജീവിതത്തിൻ്റെ പുറത്തു നിന്ന് എന്നെ നോക്കി വിധിക്കുന്ന ഒരു കർത്താവല്ല. തൻ്റെ പ്രിയതമനെക്കുറിച്ച് മണവാട്ടി പാടുന്നത് എന്താ? വളരെ എക്സൈറ്റഡ് ആയിട്ട്, ആകാംക്ഷയോടെ, ആനന്ദത്തോടെ കുന്നുകളിൽ തുള്ളിച്ചാടിയും മലമുകളിലൂടെ കുതിച്ചു ചാടിയും ആഹ്ലാദിച്ച് എന്നെ കാണാൻ വരുന്ന ഒരാളാണ് എൻ്റെ പ്രിയതമൻ. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? പുറത്ത് നിൽക്കുകയല്ല, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണ്. അവൻ കിളിവാതിലിലൂടെ നോക്കുന്നു, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ ഞാൻ ആയിരിക്കുന്ന ഈ നിമിഷം, ഈ ദിവ്യകാരുണ്യ നാഥനായ കർത്താവ് എന്നെ നോക്കിയിട്ട്, എൻ്റെ ചെയ്തികളെ നോക്കിയിട്ട്, എൻ്റെ പെർഫോമൻസിനെ നോക്കിയിട്ട്, എൻ്റെ നേട്ടങ്ങളെ നോക്കിയിട്ട് എൻ്റെ കർത്താവ് പറയത്തില്ല ഇതാണ് നീ എന്ന് പറയുന്നില്ല.
പിന്നെയോ ഞാൻ കെട്ടിപ്പൊക്കിയ ബാഹ്യങ്ങളായ ഇതിനെല്ലാത്തിനെയും ഉള്ളറകളിലേക്ക് നോക്കി, എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ആത്മാവിൻ്റെ ജാലകങ്ങളിലൂടെ എൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് എൻ്റെ കർത്താവ് പറയും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പരാജയങ്ങളിലല്ല കർത്താവ് കണ്ണുവയ്ക്കുന്നത്. ഞാൻ നേടിയെടുത്ത എൻ്റെ നേട്ടങ്ങളെ, ഉയരങ്ങളോ ഞാൻ കീഴടക്കിയത് ഒന്നിലെയും അല്ല കർത്താവ് കാണുന്നത്. അതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കിയിട്ട് കർത്താവ് പറയും, നിന്നെ ഞാൻ ഇനി മുതൽ ദാസനെന്നോ ദാസിയെന്നോ വിളിക്കില്ല, നിന്നെ ഞാൻ സ്നേഹിതനെന്നോ സ്നേഹിതയെന്നോ വിളിക്കും. ഇന്നു മുതൽ യു ആർ നോട്ട് എ സെർവൻറ്റ്, യു ആർ എ ഫ്രണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നതാ, ഇനി മുതൽ നിങ്ങൾ ദാസന്മാരല്ല, സ്നേഹിതന്മാരാണ്. കർത്താവിന് എന്നോടുള്ള ആ സ്നേഹത്തിൻ്റെ ഇഴയടപ്പം ഒന്നുകൂടി കൂട്ടിയിട്ട് ഈശോ പറയുന്ന കാര്യം ഇതാണ്, ഇന്നു മുതൽ നീ സ്നേഹിതനാണ്, സ്നേഹിതയാണ്. ആ സ്നേഹിതനോടുള്ളൊരു ബന്ധം കർത്താവിനോട് എനിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ ഒരു കരുണയുടെ മണിക്കൂറിൽ ഞാനും ഏറ്റെടുക്കേണ്ട ഒരു പരിശ്രമം. പലപ്പോഴും നമ്മൾ നമ്മുടെ മുറിവുകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾക്കിടയിൽ നമ്മൾ മറഞ്ഞിരിക്കുവാണ്. ആരെയും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാതെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ ആർക്കും മുൻപിൽ തുറന്നു വയ്ക്കാതെ, എങ്ങനെയൊക്കെയോ നമ്മൾ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ ചില ബാഹ്യങ്ങളായ പൊയ്മുഖങ്ങളിലൂടെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന നാഥൻ അതിനെ എല്ലാം തുളച്ച് എൻ്റെ ഉള്ളിലേക്ക് നോക്കുവാൻ, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുവാൻ, എൻ്റെ ആത്മാവിലേക്ക് നോക്കുവാൻ. ലോകം മുഴുവൻ എന്നെ കൊള്ളരുതാത്തവനെന്ന് വിളിച്ചാലും, ചുറ്റുമുള്ളവരെല്ലാം ഞാൻ വേസ്റ്റാണെന്ന് പറഞ്ഞാലും, സ്വന്തക്കാരും ബന്ധുക്കാരുമെല്ലാം ഞാനൊരു പരാജയമാണെന്നും ഭാരമാണെന്നും പറയുമ്പോഴും അതില്ലാതാക്കി തീർക്കാൻ ഞാൻ കുറേ പരിശ്രമിക്കുവാൻ, അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ ഇതിനെല്ലാം ഇടയിലൂടെ എന്നെ ഞാനായിട്ട് കാണുന്ന, എൻ്റെ വേദനകൾ മനസ്സിലാക്കുന്ന, എൻ്റെ സങ്കടങ്ങൾ തിരിച്ചറിയുന്ന, എന്നെ സൗഖ്യപ്പെടുത്താനായിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്ന, എൻ്റെ വീട്ടിലേക്ക് കയറി വരുന്ന, എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിൽ വന്ന് വാസമാക്കുന്ന എൻ്റെ പ്രിയതമനാണ്, എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഈശോ. ഈ കരുണയുടെ മണിക്കൂറിൽ പ്രിയമുള്ളവരെ, എന്നോട് കർത്താവ് പറയുന്നത് എന്താ? എഴുന്നേൽക്കുക, ഇറങ്ങി വരിക. നീ കിടക്കുന്ന നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. നീ പുറത്തേക്ക് എൻ്റെ കൂടെ ഇറങ്ങി വരിക. എന്തുകൊണ്ടാണ് അഴികൾക്കിടയിലൂടെയും കിളിവാതിലൂടെയും ഒളിഞ്ഞു നോക്കിയത്? കാരണം കർത്താവിന് കയറി വരാനാവാത്ത വിധം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില മതിലുകളും ചില കോട്ടകളും കെട്ടി തിരിച്ചിരിക്കുക. അതിനുള്ളിൽ ഞാൻ സുരക്ഷിതമാണെന്ന് ഞാൻ കരുതിക്കൊണ്ടിരിക്കുക. ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം പ്രിയമുള്ളവരെ, ഈശോയോടുള്ള ആ സ്നേഹബന്ധത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. എൻ്റെ കർത്താവിൻ്റെ ഈ ഒരു പ്രേമകാവ്യം ഇപ്പോൾ ഞാൻ വായിച്ച് കേൾക്കും. എൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു സന്തോഷം എന്താ? ആരും കാണാത്ത എന്നെ കാണുന്നൊരു കർത്താവുണ്ട്. ആർക്കും അറിയാത്ത എന്നെ, യഥാർത്ഥത്തിലുള്ള എന്നെ അറിയാവുന്ന എൻ്റെ കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ മുൻപിൽ ഞാൻ അഭിനയിക്കേണ്ട, ഞാനായിട്ട് ജീവിക്കാം, ഞാനായിട്ട് പെരുമാറാം. എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ എനിക്കായിരിക്കാം. ഈ ഗാനത്തിൻ്റെയോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളെ ഈശോയിലേക്ക് ഉയർത്തിയിട്ട് പറയാം, കർത്താവേ എൻ്റെ കൂടെ വസിക്കണമേ, എൻ്റെ കൂടെ ആയിരിക്കണമേ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ആ യഥാർത്ഥത്തിലുള്ള സ്നേഹം, യാതൊരു തരത്തിലും കളങ്കമില്ലാത്ത, കറയില്ലാത്ത പരിശുദ്ധമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചറിയാൻ, സ്നേഹം കിട്ടാത്ത എൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും മുറിവുകളിലേക്കും നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ തഴുകണമേ, പൊതിയണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നീ എന്നെ സ്നേഹിക്കും പോലെ ഈശോയെ നിന്നെയും സ്നേഹിച്ചിടാനാ, അതാണ് എൻ്റെ ആഗ്രഹം. നീ എന്നെ സ്നേഹിക്കും പോലെ കർത്താവേ നിന്നെ സ്നേഹിച്ചിടാനാ എന്നെ പഠിപ്പിക്കണമേ. എന്നെ പഠിപ്പിക്കും വാത്സല്യമേ ഈശോ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം. ചേർന്ന് പാടാം. ഈശോയെ ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയെ നിന്നെ എനിക്കെന്തൊരിഷ്ടം. എൻ്റെ എല്ലാം നിന്നെ സ്നേഹിക്കും പോലെ നിന്നെ സ്നേഹിച്ചിടാനായി എന്നെ പഠിപ്പിക്കും വാത്സല്യമേ ഈശോ, നിന്നെ എനിക്കെന്തൊരിഷ്ടം.
നിന്നെ എനിക്കെന്തൊരിഷ്ടം. ദൈവതിരുസന്നിധിയിൽ നമുക്ക് മുട്ടിന്മേലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ വേദനകളും മുറിവുകളും കർത്താവിൻ്റെ സ്നേഹത്താൽ മായ്ച്ചു കളയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിലെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.